letter to the mother of an alcoholic. ഡിസംബർ 1944. അപ്പോൾ ഒരമ്മയുടെ കത്തിന് മറുപടി കൊടുക്കുന്നതായിട്ടാണ് ഈ ലേഖനം. ജയയുടെ പ്രിയ അമ്മ, ഡിയർ മദർ ഓഫ് ജെ. അപ്പൊ ഫുൾ നെയിം എഴുതിയിട്ടില്ല, ജയ എന്ന് മാത്രമേ ഉള്ളൂ. ജയയുടെ പ്രിയ അമ്മ. I cannot tell how poignantly I am stirred by the letter you wrote to the grapevine about your alcoholic son. ജയയുടെ പ്രിയ അമ്മേ, മദ്യപാനിയായ നിങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾ മുന്തിരിവള്ളിയിൽ എഴുതിയ കത്ത് എന്നെ എത്രമാത്രം ഉണർത്തുന്നുവെന്ന് എനിക്ക് പറയാനാവില്ല. Just 10 years ago, my own mother, after years of frantic, bewilderment, lost hope, long a chronic problem drinkers, I had come to the jumping off place. A very good doctor had pronounced the grim sentence, obsessive drinker, deteriorating rapidly, hopeless. The doctor used to talk about my case sometimes like this. Yes, Bill has underlying personality defects, great emotional sensitivity, childishness and inferiority. അപ്പോൾ വെറും 10 വർഷം മുമ്പ് എൻ്റെ സ്വന്തം അമ്മ വർഷങ്ങളുടെ ഉന്മാദാവസ്ഥയ്ക്ക് ശേഷം പ്രതീക്ഷ നഷ്ടപ്പെട്ടു. വളരെ കാലമായി ഒരു വിട്ടുമാറാത്ത പരിശ്രമമുള്ള മദ്യപാനിയായ ഞാൻ എല്ലായിടത്തും മരിക്കുന്ന സ്ഥലത്ത് എത്തിയിരുന്നു, അല്ലെങ്കിൽ ചാടുന്ന സ്ഥലത്ത് എത്തിയിരുന്നു. വളരെ നല്ല ഒരു ഡോക്ടർ കഠിനമായി വാചകം എന്നോട് ഉച്ചരിച്ചു. ഒബ്സസീവ് മദ്യപാനി, അല്ലെങ്കിൽ നിർബന്ധിത മദ്യപാനി, അതിവേഗം വഷളാകുന്നു, നിരാശയുള്ള മദ്യപാനി. ഡോക്ടർ എന്റെ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. അതെ, ബില്ലിന് അന്തർലീനമായ വ്യക്തിത്വ വൈകല്യമുണ്ട്, വലിയ വൈകാരിക സംവേദനക്ഷമതയുണ്ട്, ബാലിശതയുണ്ട്, അപകർഷതയുണ്ട്. This very real feeling of inferiority is magnified by his childish sensitivity, and it is this state of affairs which generates in him that insatiable, abnormal craving for self-approval and success in the eyes of the world. Still a child, he cries for the moon, and the moon, it seems, won't hurt him. ഈ അപകർഷതാബോധം അവന്റെ ബാലിശമായ സംവേദനക്ഷമതയാൽ വലുതാക്കപ്പെടുന്നു. ഈ അവസ്ഥയാണ് അവനിൽ സ്വയം അംഗീകാരത്തിന്റെയും ലോകത്തിന്റെ ദൃഷ്ടിയിൽ വിജയത്തിനുള്ള അടങ്ങാത്ത അസാധാരണമായ ആസക്തി ജനിപ്പിക്കുന്നത്. അപ്പോഴൊരു കുട്ടി അവൻ ചന്ദ്രന് വേണ്ടി കരയുന്നു. ചന്ദ്രന് അവനുണ്ടാകില്ലെന്ന് തോന്നുന്നു. മദ്യം കണ്ടുപിടിച്ചപ്പോൾ അവൻ അതിൽ സാധാരണക്കാരിൽ കൂടുതൽ മദ്യപാനം കണ്ടെത്തി. അദ്ദേഹത്തിന് മദ്യം വെറും ഒരു വിശ്രമമല്ല, അതിനർത്ഥം മോചനം, ആന്തരിക സംഘടനത്തിൽ നിന്നുള്ള മോചനം. അത് അവന്റെ അസ്വസ്ഥമായ ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നതായി തോന്നുന്നു. ഡോക്ടർ തുടർന്ന് പറഞ്ഞു, discovering alcohol, he found much more in it than to normal folks. To him, alcohol no mere relaxation, it means release from inner conflict. It seems to set his troubled spirit free. ഇങ്ങനെ നോക്കിയാൽ സാധാരണക്കാർക്ക് ഇത്തരം നിർബന്ധിത ശീലം എങ്ങനെ ഒരു യഥാർത്ഥ ആസക്തിയായി മാറുമെന്ന് നമുക്ക് ചിത്രീകരിക്കാൻ കഴിയും. ബില്ലിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു. അയാൾ ആസക്തികൾ എത്തിക്കഴിഞ്ഞാൽ മദ്യം മറ്റെല്ലായിടത്തും മറയ്ക്കുന്നു. അതിനാൽ എപ്പോഴും തീർത്തും സ്വാർത്ഥനും അധാർമികനുമായി കണക്കാക്കപ്പെടുന്നു. The doctor would then go on, seem this way. We normal people can picture how much accomplished habit can become a real obsession. As indeed it has a Bill case. Once he arrives at the obsession point, alcohol overshadows all else. Hence he now appears utterly selfish and immoral. He will lie, cheat, steal, or what have you, to serve his drinking ends. Of course, those about him are shocked and dismayed because they think his actions are willful. But that's far more from being so. The real picture of a Bill is that of bankrupt idealist, one who has gone broke on wine, childish dreams of perfection and power, victimized now by his obsession. He is a little boy crying alone in a dark, strange room, waiting agonized for mother or God to come and light a candle. അവൻ കള്ളം പറയും, വഞ്ചിക്കും, മോഷ്ടിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ളത് മദ്യപാനത്തിന് വേണ്ടി അവൻ അതെല്ലാം ചെയ്യും. തീർച്ചയായും അവനെക്കുറിച്ചുള്ളവർ ഞെട്ടുകയും പരിഭ്രാന്തരാകുകയും ചെയ്യുന്നു. കാരണം അവന്റെ പ്രവൃത്തികൾ മനഃപൂർവ്വമാണെന്ന് അവർ കരുതുന്നു. എന്നാൽ അത് അങ്ങനെ ആയിരിക്കുന്നതിൽ നിന്ന് വളരെ അകലെയാണ്. ബില്ലിന്റെ യഥാർത്ഥ ചിത്രം ഒരു പാപ്പരായ ആദർശവാദിയുടേതാണ്. വ്യർത്ഥമായ പൂർണ്ണതയുടെയും അധികാരത്തെയും കുറിച്ചുള്ള ബാലിശമായ സ്വപ്നങ്ങളിൽ തകർന്ന ഒരാൾ. തന്റെ അഭിനിവേശത്താൽ ഇപ്പോൾ ഇരയായി. അവൻ ഒരു ഇരുണ്ട അപരിചിതമായ മുറിയിൽ ഒറ്റയ്ക്ക് കരയുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. അമ്മ അല്ലെങ്കിൽ ദൈവം വന്നൊരു മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി വേദനയോടെ കാത്തിരിക്കുന്നു. I must confess, mother of J, that I may have put some of these words into the doctor's mouth, but that's the alcoholic life as I have lived it. Did I am an alcoholic have a defective character? Of course I did. Was I am an alcoholic also a sick man? Yes, very.
to what extent I was personally responsible for my drinking, I don't know. Yet I am not one to take complete refuge in the idea that I was a sick man only. In earlier where I certainly had some degree of free will. That free will I used badly, to the great misery of my mother and countless others. I am deeply ashamed, as one who knows me a little. You may have heard how 10 years ago a friend, himself a liberated alcoholic, came to me bearing the light which finally led me out of the toils. There will come a day like that for you and yours, I am so confident. As ever, Bill W. ജയയുടെ അമ്മേ, ഞാൻ ഈ വാക്കുകളിൽ നിന്ന് ചിലത് ഡോക്ടറുടെ വായിൽ തിരികെ വെച്ചിരിക്കാമെന്ന് ഞാൻ സമ്മതിക്കണം. പക്ഷെ ഞാൻ ജീവിച്ചത് മദ്യപാനിയുടെ ഒരു ജീവിതമാണ്. മദ്യപാനിയ എനിക്ക് ഒരു വികലമായ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. തീർച്ചയായും ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനൊരു മദ്യപാനിയായിരുന്നു അതോ ഞാനൊരു രോഗിയായിരുന്നു? അതെ, ഞാൻ വളരെ ഒരു മദ്യപാനിയായിരുന്നു. ഞാൻ വളരെ ഒരു രോഗിയുമായിരുന്നു. എന്റെ മദ്യപാനത്തിന് ഞാൻ വ്യക്തിപരമായി എത്രത്തോളം ഉത്തരവാദിയായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ ഒരു രോഗി മാത്രമായിരുന്നു എന്ന ആശയത്തിൽ പൂർണ്ണമായ അഭയം പ്രാപിക്കുന്ന ആളല്ല ഞാൻ. മുൻ വർഷങ്ങളിൽ എനിക്ക് തീർച്ചയായും ഒരു പരിധിവരെ സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം ഞാൻ മോശമായി ഉപയോഗിച്ചു. എൻ്റെ അമ്മയുടെ എണ്ണമറ്റ മറ്റുള്ളവരുടെ വലിയ ദുരിതത്തിന് ഞാൻ അഗാധമായി ലജ്ജിക്കുന്നു. എന്നെ അല്പം അറിയാവുന്ന ഒരാളെന്ന നിലയിൽ 10 വർഷം മുമ്പ് ഒരു സുഹൃത്ത് സ്വയം മോചനം നേടിയ ഒരു മദ്യപാനി ഒടുവിൽ അവന്റെ അധ്വാനത്തിലൂടെ എന്നെ കരകയറ്റി ഒരു വെളിച്ചം വഹിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കേട്ടിരിക്കാം. നിങ്ങൾക്കും അങ്ങനെ ഒരു ദിവസം വരും. എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. എന്നത്തെയും പോലെ ബിൽ ഡബ്ല്യു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം അവസാനിക്കുന്നത്. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ്